അസ്സലാമു അലൈക്കും. വെൽക്കം ടു നിച്ചൂസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3/4 കിലോയോളം അയക്കൂറ ഫിഷ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ ഓയിൽ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീനിൽ കോട്ട് ചെയ്തെടുക്കാം. മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു അരമണിക്കൂറോളം മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഓരോ പീസായിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് ചോറിനുള്ള അരിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 4.5 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. മീൻ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത്. പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ 4 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് അടച്ചു വെക്കാം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഫിഷ് ബിരിയാണിക്ക്. റൈസിൻ്റെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റൈസ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം.
സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലപോലെ വഴന്നു വരണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ കുക്കായി വന്നാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി നല്ലപോലെ വഴന്നു വരണം. ഇതിലേക്ക് പാത്രത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നില്ല, 2-3 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ മസാല ഫിഷിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ പൊട്ടിപ്പോവാതെ നോക്കണം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബിരിയാണി ദമ്മിട്ടെടുക്കാം. ചോറുണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മസാലയിലിടാതെ 3 പീസ് ഫിഷ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർ മസാല പിറങ്ങിയ ഫിഷ് കഴിക്കൂല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നെക്സ്റ്റ് ടൈം ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച 3 പീസ് ഫിഷ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.